കോലാബ് ഉപ്പും മുളകും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6:30 ഫ്ലവേഴ്സിൽ. ചക്ക കുഴഞ്ഞതുപോലൊരു കുടുംബം. ചക്കപ്പഴം. എനിക്ക് അറിയാൻ വേണ്ടല്ലേ, നീ അത്ര എന്നെ പേടിപ്പിക്കാനും വേണ്ട. മുത്തശ്ശി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുന്നത്. മുത്തശ്ശി ധൈര്യമായിട്ട് ചെയ്തു. ഫോൺ കേടാവുന്നെങ്കിലോ എന്നുള്ള ഒരു പേടി. മുത്തശ്ശി കേടായാൽ നമ്മൾ ശരിയാക്കും. അതിനല്ലേ മുത്തശ്ശിയുടെ കൊച്ചുപോയി ഞാൻ. നിങ്ങൾ പിള്ളേർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം, പക്ഷെ എനിക്ക് മാത്രമേ ഉള്ളൂ അറിയാൻ വയ്യാത്തത്. അത് നമുക്ക് സെറ്റാക്കാം. മുത്തശ്ശി ഫോൺ താ, ശരിയാക്കി തരാം. ഫോനെ പൊട്ട ഞാൻ പറഞ്ഞില്ലേ ഫോൺ എടുത്ത് കളിക്കരുന്ന. ഞാനല്ല മുത്തശ്ശിയാ. പിന്നെ വെറുതെ ഇനി അച്ഛമ്മയെ കൂട്ടി പിടിച്ചാൽ മതിയല്ലോ. അല്ലമ്മ മുത്തശ്ശി എടുത്തോണ്ടെന്ന്. പിന്നെ മുത്തശ്ശിയാണല്ലോ ഇവിടെ എല്ലാവരും ഫോൺ എടുത്തോണ്ട് നടക്കുന്ന ആള്. അല്ലെങ്കിൽ തന്നെ അച്ഛമ്മയ്ക്ക് ഇപ്പൊ എന്തിനാ ഈ ഫോണ്? നിനക്ക് എന്തിനാ ഫോണ്? എനിക്ക് ആൾക്കാരെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഇല്ലേ? എനിക്കും അത് തന്നെ, എനിക്ക് വിളിക്കാറുണ്ട് ആൾക്കാര്. അച്ഛമ്മ വെറുതെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂട്ട് നിൽക്കരുത് കേട്ടോ. പിള്ളേരല്ല, ഞാൻ തന്നെ ഫോൺ. അല്ല അച്ഛമ്മയ്ക്ക് ഇപ്പൊ ആരെ വിളിക്കാനാ ഫോൺ? എനിക്ക് ആ ഫോണിന്റെ എല്ലാം പഠിക്കണം. ഞങ്ങൾ മുത്തശ്ശി പഠിപ്പിച്ചു കൊടുക്കായിരുന്നു. അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള വല്ല ഉണ്ടെങ്കിൽ പോരുന്ന് പഠിക്കാൻ. ഫോൺ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് അച്ഛമ്മ ശരിക്കും പറഞ്ഞതാണോ? പിന്നെ അല്ലാതെ കുഞ്ഞുണ്ണിയുടെ പറഞ്ഞ് ഞാനും ഒരു ഫോൺ വാങ്ങിക്കും. പക്ഷെ അതിന് മുമ്പ് നീ ഇതെല്ലാം എന്നെ പഠിപ്പിക്കണം. പിന്നെന്താ, ഞാൻ പഠിപ്പിക്കാമല്ലോ. ഞാനേ വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് വരാം. ഓക്കേ. എന്നാലും അച്ഛമ്മക്ക് എന്തിനായിരിക്കും ഇപ്പൊ ഫോണ്? ചേട്ടത്തി ഓ ഇരുന്നാണ് ഇരി, ഒരു കാര്യം പറയാനുണ്ട്. എന്നാടാ? അതെ മഴക്കോളായിരിക്കും. എന്തോന്ന് എടുത്ത് ഞാൻ കാര്യം പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ കളിയാക്കാൻ നിൽക്കി. കാര്യം കേട്ട് കഴിഞ്ഞാ പിന്നെ എന്തായാലും കളിയാക്കല്ലോ. എന്നാ ഞാൻ പറയുന്നില്ല. നീ ഇങ്ങനെ തൊട്ടാവാടി ആവാതെ നീ പറയടാ. അതല്ല, കുറച്ച് കാശേ ചോദിക്കേണ്ട സുമയെ തരികയല്ല. എന്റെ ഇല്ല കാശില്ല. കാശ് തരാൻ വേണ്ടിയല്ല പറയുന്നത്, തൂക്കിക്കറി വെടിവെക്കാരി. കാര്യം പറ ചേട്ടത്തി. 1.5 ബേബി എന്ന് കേട്ടിട്ടുണ്ടോ? കടയാടി ബേബി എന്ന് കേട്ടിട്ടുണ്ട്. അത് വേറെ ബേബി, ഇത് 1.5 ബേബി. പുള്ളിക്ക് കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ട്. നീ കെട്ടാൻ പോണോ? അതെ, അവർക്ക് ആ കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ 4% കമ്മീഷൻ എനിക്ക് കിട്ടും. എടാ, ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നത് ശിക്ഷാർഹമാണ്. എന്നിട്ടാണ് അതിന് കമ്മീഷൻ അടിക്കാൻ നടക്കുന്നത്. നാണോ നിനക്ക്? അയ്യോ, അത് സ്ത്രീധനം കൊടുക്കുന്നതല്ല, പുള്ളി അത് സ്നേഹത്തോടെ കൊടുക്കുന്നതാണ് പെങ്ങൾക്ക്. എല്ലാവരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. ആ പെങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പിളിമാൻ വരെ പിടിച്ചോണ്ട് കൊടുക്കും പുള്ളി. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്യരുന്ന് പുള്ളിയോട് പറയണം കേട്ടോ. വല്ലപ്പോഴും ഒക്കെ നമുക്ക് ആ ലാവ് കാണാനുള്ളതാ. ആദ്യം പുള്ളിയുടെ അടുത്ത പ്രാവശ്യം പറഞ്ഞോളാം. എന്തായാലും ആ പെങ്ങൾക്ക് അങ്ങനത്തുള്ള സ്നേഹം ഇവിടെ എനിക്ക് കിട്ടാറൊന്നുമില്ല. അപ്പൊ ഇവിടെ സ്നേഹം കിട്ടാത്താണോ മോന്റെ പ്രശ്നം? അതല്ല, നമുക്കേ ലല്ലുവിളിനെ ചേട്ടനെ കൊണ്ട് നീ കെട്ടിക്കാൻ നടക്കില്ല. അപ്പൊ ചേട്ടത്തി എന്ത് ചെയ്യും? അയ്യോ, അതിനെ കൊണ്ടൊന്നും കെട്ടിക്കണ്ട. അതിന്റെ കെട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമല്ലോ, അതിനെ കൊണ്ട് കെട്ടിക്കണ്ട. പിന്നെ പുള്ളിയുടെ കെയർ ഓഫിലേ നല്ല സുന്ദരൻ സുകുമാരായ പൈമാര് കാണത്തില്ലേ, അങ്ങനെ നമുക്കൊന്ന് മൂവ് ചെയ്താലോ? എന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഒരു കല്യാണം നടക്കാനുള്ള കാര്യമായോണ്ട്, അല്ലാതെ നിനക്ക് സ്ത്രീധനത്തിന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിട്ടല്ല. മതി, ഒരു 30-35 പ്രായമുള്ള പൈമാരെ നോക്കിയാൽ. കുറച്ച് എങ്ങായിട്ടിരിക്കണ്ടേ, ചില്ല്. 30% കമ്മീഷൻ ഉണ്ട്. അല്ല, 4% കമ്മീഷൻ ഉണ്ട്. 30,000 കയ്യിരിക്കും. ഉത്തുണ്ട് പരിചയത്തിലേ ഒരു 30-35 ഇടയ്ക്ക് പ്രായമുള്ള കല്യാണ പ്രായമായ പുരുഷന്മാരെങ്കിലും ഉണ്ടോ? മാരേജ് ബ്യൂറോ തുടങ്ങാൻ പോകുന്നു. ഉത്തമൻസ് മാരേജ് ബ്യൂറോ. അങ്ങനെയല്ല, ഋഷികേശൻസ് മാരേജ് ബ്യൂറോ. വധുവരന്മാർക്ക് കൈത്താങ്ങായി ഋഷികേശ് മാരേജ് ബ്യൂറോ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആശ ഉത്തമൻ. ഉത്തമൻ ചേർത്തില്ലെങ്കിലും എനിക്കൊരു യാതൊരു വിഷമവുമില്ല. എന്നാലേ പ്രൊപ്പറേറ്ററിന്റെ പേര് ആശ ഉത്തമൻ എന്നാക്കണ്ട, സുമേഷ് കുഞ്ഞുണ്ണി എന്നാക്കുന്നതായിരിക്കും നല്ലത്. അവ കൈവയ്ക്കാത്തൊരു മേഖലയായിരുന്നു അത്. അതും തുടങ്ങിയിട്ടുണ്ട്. നന്നായി. ആരെങ്കിലും പരിചയത്തിലുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ചെറുക്കന് 4 ചില്ലറ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. 4 ചില്ലറയല്ല, നന്നായിട്ട് ടപ്പേന്ന് ആൾക്കാർ കൊടുത്തോളൂ. എന്തിനാ എപ്പോഴും അവനെ ഉത്തുണ്ട് ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യലാത്ത? ഞാൻ എന്തിനു സപ്പോർട്ട് ചെയ്യണേ? അവന് ചെറുപ്പത്തിൽ അറിയാന്നുള്ളതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാത്തത്. ചുമ്മാ അല്ല, അവൻ പറയാൻ ഉത്തുണ്ട് അവനോട് എന്തോ കാര്യമായ അസൂയ ഉണ്ടെന്ന്. അസൂയക്ക് മിനിമം ക്വാളിറ്റി എങ്കിലും അവന് വേണം. ഉണ്ടാവന് പിന്നെ എന്തിനാ പണ്ട് അവനെ നീർക്കോലി വിട്ട് കടുപ്പിച്ചേ? ഈ അടുത്ത കുളത്തിൽ കുളിക്കാൻ പോയ സമയത്ത് ഇവൻ കുടുക്കിട്ട് ഒരു നീർക്കോലിയെ പിടിച്ച് അതിന്റെ വെപ്രാളം കണ്ട് ഞാൻ എന്റെ കുടുക്ക് പൊട്ടിച്ച് അത് തിരിഞ്ഞു വന്ന് അവനെ കടിച്ചു. ഞാനാണ് വില, അവനാണ് വില്ലൻ. നീർക്കോലി. അപ്പൊ മനസ്സിലായല്ലോ. 250 പ്രാവശ്യം കഥ കേൾക്കുന്നത്. പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഞാൻ ചെറുക്കന് പറഞ്ഞു കൊടുക്കും. ആർക്ക് വേണ്ടിയിട്ടാണ്? കടയാടി ബേബി അല്ലല്ലോ. എന്നതാ 1.5 ബേബി? 1.5 ബേബി എന്ന് പറഞ്ഞത് ആരുണ്ട്? അങ്ങേറെ പെങ്ങക്കാന്ന് പറഞ്ഞു. പാറമട നടത്തുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവ എവിടെ? സുമേഷേ,
കറുത്ത പുലിവാലാണോ ദൈവം? ആ ഫോൺ അങ്ങോട്ട് അമ്മയ്ക്ക് അങ്ങോട്ട് തോണ്ടങ്ങോട്ട് നഖം വെച്ചിങ്ങനെ നഖം വെച്ചിങ്ങനെ ആ ആ ഇങ്ങനെ അങ്ങോട്ട് ഇതന്നെ എന്താണ് എന്തോന്ന് ഭാവിച്ചടേ? ഞാൻ അച്ഛമ്മയെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു അതിന് ചേട്ടൻ എന്തോ ഞാൻ 1.5 ബേബിയുടെ പെങ്ങൾക്ക് കല്യാണ ബ്രോക്കറായിട്ട് നിൽക്കുകയാണ്. ആ നിൽക്കുന്നുണ്ട്. എനിക്ക് 4% കമ്മീഷൻ തരുന്നുണ്ട്. 4%. എടാ 1.5 ബേബിയും പെങ്ങളെയും കുറിച്ചിട്ട് നിനക്ക് എന്തോന്നറിയാം? അതിനിപ്പോ എന്തോന്നറിയാൻ? ചേട്ടന് വേണ്ടി ജീവിക്കുന്ന അനിയത്തിക്ക് വേണ്ടി ജീവിക്കുന്ന ചേട്ടൻ. യഥാർത്ഥ സഹോദര സ്നേഹം കാണണമെങ്കിലേ അവരെ പോയി നോക്കണം. എടാ അവർക്ക് എന്തോ മാനസിക പ്രശ്നം, എന്തോ തലയ്ക്ക് എന്തോ. എടാ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാമോ നിനക്ക്? കേട്ടോ അച്ഛമ്മ, അവര് മാനസിക പ്രശ്നമുള്ളവരായിരുന്നു അന്ന്. അല്ലെങ്കിൽ ചേട്ടന് ഇഷ്ടമില്ലാത്തവരല്ല മാനസിക പ്രശ്നമുള്ളവരാണല്ലോ. അങ്ങനെയൊന്നും പറയാതെ ഉത്തമ. അച്ഛമ്മ ഇത് എന്തോന്ന് അറിഞ്ഞിട്ട് അച്ഛമ്മ, ഇവൻ കാണിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം അങ്ങനെ നടക്കാതെ വന്നാ ഇവനെ അയാൾ മുക്കാലും കാക്കിലും ഒക്കെ ആക്കും. മുക്കാലും കാക്കിലും ആക്കാൻ ഞാൻ എന്തോ റേഷൻ കടയിൽ കിട്ടുന്ന അരിയോ? എടാ നിന്റെ കയ്യും കാലും തല്ലി ഒടിക്കുന്ന അയാള്. എന്റെ പൊന്നിയേട്ടാ, അയാൾ എത്ര തങ്കപ്പെട്ട മനുഷ്യനാണെന്ന്. ആ കല്യാണത്തിന്റെ കാര്യം പുള്ളി വന്ന് കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ സുമേഷേ എങ്ങനെങ്കിലും എൻ്റെ പെങ്ങൾക്ക് ഒരു കല്യാണത്തിന് നടത്തി തരണേന്ന്. അപ്പൊ ഞാനേ 6% കമ്മീഷനാ പറഞ്ഞത്, 4% ആക്കി കൊടുത്തേ. നിന്റെ കരച്ചിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. എന്റെ ഒരു കരച്ചിലും കാണേണ്ടി എടുത്തില്ല. വേണേ ആ കമ്മീഷൻ കിട്ടുന്നതിന് ചേട്ടൻ ഒരു പ്രാവും കൂടി ഞാൻ സെറ്റ് ചെയ്ത് തരാം. കണ്ടോടാ ഉത്തമ, നീ എത്ര വഴക്ക് പറഞ്ഞിട്ട് അവന്റെ സ്നേഹം കണ്ടോ? എനിക്ക് നിന്റെ പ്രാവും കൂടും മറ്റേ കൂടൊന്നും വേണ്ട എനിക്ക്. ചേട്ടൻ അല്ലല്ലേ എന്നെ വിശ്വാസമില്ല അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് എന്നെ വിശ്വാസമാണോ? ആ എനിക്ക് വിശ്വാസം. അത് മതി എനിക്ക്. ഏയ് നീ മൊബൈൽ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞ് നിന്റെ ഫോൺ അച്ഛമ്മേരെ കൊടുത്ത് അച്ഛമ്മയെ വശത്താക്കി വെച്ചേക്കാണല്ലേ? അത് എന്റെ ഫോണല്ല, അത് മണ്ണുമാന്തിന്റെ ഫോണാണ്. ശിവനെ നീ മണ്ണുമാന്തിന്ന് വിളിക്കല്ലേ? സോറി അച്ഛമ്മ, ശിവാളിയെന്ന് ഞാൻ വിളിച്ചോളാം. അളിയാന്ന് വിളിച്ചെന്താ? ആ ഞാൻ ആളിയാന്ന് വിളിച്ചോളാം. അതെ, ഫോണിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചേട്ടൻ പഠിപ്പിച്ചു തരും. എന്നെക്കാട്ടി കൂടുതൽ അറിവുള്ളത് ചേട്ടനാ. ചേട്ടൻ പഠിപ്പിച്ചു തരും കേട്ടാ. എന്തോ നാടാ ഇതൊക്കെ. എന്തോന്നാണെന്ന് അവന്റെ അടുത്ത് ചോദിക്കണം. അവൻ പോയി അത് വഴി. മാമ ഇങ്ങനെ ചരിച്ചെടുക്കണോ നേരെ എടുക്കണം? നേരെ ഇറക്കാം, മുട്ടോരെടുക്കാവേ. എന്താ മാമ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട്? മോളെ അത് പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതില് മികച്ച സേവനം അനുസരിച്ച പോലീസുകാരന്റെ ഫോട്ടോ കാണിക്കണം. അത് മികച്ച പോലീസുകാർക്കല്ലേ മാമൻ ഫോട്ടോ എടുക്കുന്നത്. നീ എടുത്താ എടുത്താ മതി. നീ എടുത്താ എടുക്കുന്നു. അല്ല മാമ, ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് തൊപ്പിയും യൂണിഫോം ഒക്കെ ഇടണ്ടേ? അങ്ങനെ തോന്നിയില്ലേ? എന്റെ വാങ്ങടെ ഇല്ല കുഴപ്പമില്ല. അങ്ങനെ എല്ലാരും ഫോട്ടോ ഇടണത്. അപ്പൊ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കപ്പെടൂലേ? അത് അതാകുമ്പോ അവർക്ക് സസ്പെൻഷൻ ഓർഡർ സൈൻ ഇടാൻ വേറെ ഒന്നും ആലോചിക്കേണ്ടി വരത്തില്ലല്ലേ? കൊച്ചർക്ക നീ നിനക്ക് പറ്റുമോ? മക്കളെ നീ എടു. വേണ്ട അന്ന് ഞാൻ ഫോട്ടോ എടുത്ത ഫോട്ടോ വേണ്ട നീ വാണ്ടല്ലേ ഫോട്ടോ എടുക്കണത്? കൈ ഉണ്ടല്ലോ കൂടെ കൊണ്ട് കൊച്ചിന്റെ കൂടെ മക്കളെ ഞാനും കൂടെ അസോസിയേഷൻ സെറമണിക്ക് വരട്ടോ. ഇതിന് കൈ അടിക്കാനോ? അല്ല കൂവ ഞാൻ പോണു ഞാൻ പോണു കൈ അടിക്കാനോ? മാമ ചിറ്റപ്പന്റെ ഫോണല്ലേ? അവന്റെ ഫോൺ തന്നെ. എന്റെ ഫോൺ ചാർജിന് ഇട്ടേക്കുന്നു. നമുക്ക് ആരെയും ഫോണിൽ എടുത്തോ എടുത്തോ. വേറെ പോസ് വേറെ മിസ്റ്റർ ശിവൻ, ഒരാളുടെ അനുവാദം ഇല്ലാതെ ഒരു സാധനം എടുക്കുന്നതേ മോഷണമല്ലേ? പിന്നല്ലാതെ ആടാ നീ നിന്റെ സാധനം ആരെടുത്ത്? നീ ഒരു പരാതി ചെയ്ത അവനെ ഇടിച്ച് അണ്ണാക്കാക്കണം അവൻ്റെ അകത്ത്. ഇയാളാണ് ആ സാധനം എടുത്തത്. ഞാനാടേ? ഞാൻ എന്തെടുത്ത്? ഫോണാ? എടാ ഫോൺ എന്റെ ഫോണിൽ ചാർജിലടാ. എന്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ. അല്ലാതെ എല്ലാ മോഷണം പിടിച്ചാലും കള്ളന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എടുത്തിട്ടില്ല. എന്താ ചിറ്റപ്പ, ഞങ്ങളൊരു ഫോട്ടോ എടുത്തല്ലേ ഉള്ളു, അത് കഴിഞ്ഞിട്ട് അങ്ങ് തിരിച്ചു തന്നാ പോരെ? ചിലപ്പം നീ ഭൂതം ഫോട്ടോ എടുത്താലേ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അത്രയ്ക്കൊന്നും പൊട്ടിത്തെറിക്കില്ല. ഞാനാ ഫോട്ടോ എടുക്കുന്നത്. ചിറ്റപ്പനെ ഭൂതം സർവീസിലെ പോലീസുകാരനെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടോ? അഴിയണ്ടി ഇത് പ്ലാവിലെ വീടാണ്. ഇയാൾക്ക് വല്ല ഷോയും പെടുത്തി കാണിക്കുന്ന ആളെ ഗേറ്റിന്റെ പുറത്ത് കാണിക്കണം. അത് കാണിക്കാൻ പറ്റില്ല. പറഞ്ഞിട്ട് ഇറങ്ങി പോണെന്നല്ലോ ഫോൺ ഉണ്ടല്ലോ. അച്ഛമ്മ കൊണ്ടുപോയി തോണ്ടി കളിക്കുന്നു. അച്ഛമ്മ തോണ്ടി കളിക്കുന്നു ഇങ്ങനെ. അപ്പൊ നീ എന്റെ ഫോൺ എടുത്തു? ഞാൻ തന്നെ എടുത്തു. ഞാൻ തന്നെ ഫോൺ എടുത്തു. ഓ പൊട്ടിത്തെറിക്കോ? നീ നോക്കി വെച്ചോളാ. എന്നെ കാണിച്ചേടാ. ഓടാവന്റെ എന്റെ അടുത്ത് അങ്ങോട്ടും ഇവിടെ നിൽക്കാൻ പോവല്ലേ? കണ്ടില്ല? ഇതിപ്പോ എങ്ങോട്ടാ? ഞാൻ പോണു. ആണോ? ആ ട്രെയിനിലാണോ ബസ്സിലാണോ? ഫ്ലൈറ്റില് പോണടി. ഞാൻ ഫ്ലൈറ്റില്.
എന്താണ് ഇപ്പൊ പ്രശ്നം? എന്താ എന്തിനീ കിടന്ന് തുള്ളുന്നേ? പ്രശ്നത്തിൽ എന്താ മറ്റേ അവൻ്റെ അടുത്ത് പോയി ചോര്. മറ്റവനോ? ആ ഏതവൻ? ഈ വീടിന്റെ ഗ്രഹനാഥൻ തുരുമ്പ് സുമേഷ്. എന്താ പ്രശ്നം? സമാധാനത്തിൽ അവൻ എൻ്റെ അടുത്ത് പറയല്ലേ ഇവിടുന്ന് ഇറങ്ങി പോവാൻ. എന്റെ പോലീസുകൾ നീ വീട്ടിൽ നടക്കൂലെന്ന്. അപ്പൊ എനിക്ക് എന്ത് വില ഉണ്ട് ഈ വീട്ടില്? ആ കൊള്ളാം. അവന്റെ പെങ്ങളായ എനിക്ക് പിന്നെ ഇവിടെ വില വന്നുകൊണ്ടിരിക്കുന്നത് പോലെയാ. അവൻ എന്നോട് പറയാറുണ്ട് ഇറങ്ങി പോകാനൊക്കെ. അവന്റെ നാക്കിന് ലൈസൻസ് ഇല്ലത് ശിവേട്ട. അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് എന്തിനാ വരാന്താ? അവന്റെ നാക്കിന് 5 ആയിട്ട് വലിച്ചെറിഞ്ഞാണ്ടല്ലോ ഞാൻ ചവിടിത്തയച്ചോളാം. ഞാൻ എന്റെ സ്വാതന്ത്ര്യക്കാരനോടാ കേട്ടാ. എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ പോലീസുകളെ ഞാൻ കാണിച്ചു കൊടുക്കാതെ അവന് പോലീസുകാരെ പവർ എന്തോന്നു. ശിവേട്ട അവൻ അല്ലേലും ഉള്ളതാണല്ലോ. എന്തേലും ഒക്കെ ഒരു വള്ളി വന്നു കഴിയുമ്പോൾ കുറച്ച് അഹങ്കാരം. ഇപ്പൊ ഒരു ബിസിനസിന്റെ വള്ളി വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ബിസിനസ് ചെയ്യാൻ പോവും അവൻ. നന്നായിരിക്കും. ആ അല്ല ശിവേട്ട, അവന് കല്യാണ ബ്രോക്കറായിട്ട് പണി തുടങ്ങി. അല്ല ഞാനും ഇങ്ങനെയൊക്കെ ചിരിച്ചത്. പക്ഷേങ്കിൽ അവന് ശരിക്കും ഫസ്റ്റ് കൊട്ടേഷൻ കിട്ടി. ആ അതിന്റെ അഹങ്കാരമാണ് ഈ തീർത്തോണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. കിട്ടിയെന്ന് പറഞ്ഞ അതായത് ഏതോ ഒരു വലിയ ബിസിനസ്സുകാരൻ, പുള്ളിക്കാരന്റെ പെങ്ങളുടെ കല്യാണം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവന് കമ്മീഷൻ കിട്ടും. എത്ര കിട്ടും? അതായത് സ്ത്രീധനം കൊടുക്കുന്നതിന്റെ 4%. അങ്ങനെയാ പറഞ്ഞു. വലിയ ബിസിനസ് 10-300 പവൻ കൊടുക്കും. എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയുന്നത്? ഇതൊക്കെ ചോദിക്കണ്ടേ? എന്തിന്? നമുക്ക് അറിയണ്ടേ കാര്യങ്ങള്? ആ പിന്നെ അവന്റെ കാര്യങ്ങൾ ഇപ്പൊ അറിഞ്ഞിട്ടാണ്. കല്യാണം ഒന്നും ചെറുക്കനെ കിട്ടിയില്ലല്ലോ. ചെറുക്കനെ കിട്ടിയില്ലേ? ഇല്ല, അവൻ ചെറുക്കനെ നോക്കിക്കൊണ്ട് നടക്കുന്നു. 35-40 വയസ്സുള്ള ഇടയില് വയസ്സുള്ള അത് എന്റെ അടുത്ത് ചോദിച്ചാ പോരെ? ഇഷ്ടംപോലെ പോയപ്പോണ്ടല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവന്റെ വള്ളിയിൽ ചെന്ന് ഒട്ടി പണി വാങ്ങിക്കാനാണെങ്കിൽ മുട്ടുപോലെ തല്ലി ഓടിച്ചത് ഇവിടെ കിടത്തേ ഉള്ളു. പിന്നെ അവന്റെ വള്ളിയിൽ ഇവിടെ ആർക്കും പണി വാങ്ങിക്കണ്ടേ? ആ പിന്നെ നീ എവിടെ കൊണ്ടുപോകുന്നു? അപ്പുറത്തോടെ എടുത്ത് മാറ്റി വെക്കാൻ പോകുന്നോ? ചട്ടലെടുത്ത് വെളിയിടും. പിന്നെ ഇതിനകത്ത് കുത്തി കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു. നീ തന്നെ അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. എനിക്ക് ഇവിടെ ഒരു പണി ഇട്ടാട്ടിരിക്കുകയാണ്. നീ എവിടെന്ന് വെച്ചാ പോയി, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്കിപ്പോ പറ്റൂല. എന്ത്? എങ്ങോട്ടാ? സുമേഷ് ഒന്ന് കാണാൻ. എന്തിന്? എന്റെ ഫോൺ അവന്റെ ഇരിക്കല്ലേ. ആ അങ്ങനെ പറഞ്ഞ ഓർമ്മ വന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു ബയോഡേറ്റയും ഫോട്ടോ എന്നോട് സെറ്റ് ചെയ്ത് എൻ്റെ ഫോണിലോട്ട് അയക്കി. ഇതിൽ തന്നെ ഇതിൻ്റെ വാട്സപ്പ് ഉണ്ട്. ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ശരി 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 ഓക്കെ ഓക്കെ താങ്ക് യു ശരി. അല്ല ബയോഡേറ്റ അല്ല, ഈ ഫോണിന്റെ ഡേറ്റ തീർന്നിരിക്കുന്നത്. അപ്പൊ അത് ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ സുനിയെ വിളിച്ച് പറഞ്ഞതാ. ഓ ശരി ശരി ശരി. ഞാൻ വന്നതേ നേരത്തെ ഞാൻ നിന്റെ പിണങ്ങിയില്ലേ? സോറി അങ്ങ് പറഞ്ഞേക്കാ. സോറി ക്ഷമിച്ച്. ഇയാൾ പോയാൻ എനിക്ക് പുറത്തോട്ട് പോകണം. എന്റെ അളിയനെ പോലെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് തിന്ന് കയറ്റി ശമ്പളം മേടിച്ചിരിക്കുന്ന ആളെന്നല്ലേ. എനിക്ക് 100 കൂട്ടം പണികളുണ്ട്. അതെനിക്കറിയാടാ. സമ്പാദിച്ച കൂട്ട സമ്പാദിച്ച് കൂട്ടുന്നു. ഞാണ്ട ഈ ഷർട്ട് ഈ മുണ്ടും ഉണ്ട്. വേണമെങ്കിൽ അളിയ അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഊരി അങ്ങ് തരാം. ബാധിക്കുന്നില്ല. എന്താണ് കാര്യം പറയട്ടെ? പറ. അതായത് 2% എനിക്ക് തരാണെങ്കിൽ. എന്തിന് 2% തരുന്നത്? നല്ല മണിമണിയായിട്ടുള്ള ചെറുക്കന്മാരെ 2% ആക്കണ്ട, മൊത്തത്തിലും കൂടി തരാം എല്ലാം കൂടെ. കാര്യം പറയുമ്പോ എന്ത് കാര്യം കളിക്കുന്ന പറയുന്നത്? എടാ ചെറുക്കന്മാർ എത്ര നിൽക്കുന്നത് അറിയാമോ? എടാ രമേശ്, സതീഷ്, സാജൻ. ഇഷ്ടമുള്ള ശരിക്കും എടാ എടാ നിനക്ക് 4% 2 എനിക്ക് തന്നാ ബാക്കി നീ എടുത്തോ. അല്ല ഈ ജി എന്ന് പറഞ്ഞ പയ്യന്മാര് മാത്രമേ ഉള്ളൂ. അല്ല അത് ഞാൻ ഒരു പ്രാവശ്യത്തിന് പറഞ്ഞത്. അല്ല നോക്കാം. അല്ല എനിക്ക് എന്തായാലും 2% കമ്മീഷൻ തരാൻ പറ്റത്തൊന്നുമില്ല. പിന്നെ എത്ര പറ്റും? ഇയാളെ പറ ആദ്യം, പയ്യന്റെ ഡീറ്റെയിൽസ് പറ. പയ്യന്റെ ഡീറ്റെയിൽ ഒക്കെ തരാം. പക്ഷെ കല്യാണം എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ഒരു 6 മാസം വേണ്ടി വരും സമയം. അതെന്താ പയ്യൻ ഗൾഫിലാണോ? ഗൾഫിലല്ലേ, ഇവിടെ തന്നെ സെറ്റിലാണ്. പിന്നെന്താ കുഴപ്പം? 6 മാസം കഴിഞ്ഞ കാര്യം എന്തോന്നു? 6 മാസം വേണോടാ. അതിന്റെ കാര്യം എന്താ? ഇങ്ങനെ പോയാലും ഓർഡർ വന്ന് അപ്രൂവലൊക്കെ ആയി ഇറങ്ങുമ്പോഴേ. എവിടെ നിന്ന് ഇറങ്ങുന്നത്? ഏത് പരവളി? ഇയാൾ എന്താണ് എന്താ കുഴപ്പം? കല്യാണം കണ്ടുപിടിച്ചാൽ ഞാൻ കല്യാണം ചെറുക്കനെ കണ്ടുപിടിച്ചോളാം. ഞാൻ കണ്ടുപിടിക്കട്ടാ. ഡെയിലി കിടക്കുന്ന കല്യാണം വള്ളിക്കാൻ നടക്കുന്നു. എന്തോ ചെയ്യാനാന്ന് പറയണേ? എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? കുഴപ്പമൊന്നുമില്ല. എന്തോ കുഴപ്പമില്ലെന്ന് പോലും. കല്യാണം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളൂ. കല്യാണം കഴിയുമ്പോൾ മാറിക്കോളും. ഇയാൾ വേറെ കറഫി വേറെ വലിയ പയ്യന്മാരുണ്ടെങ്കിൽ പറ. അല്ലേ പോയാള് അതൊക്കെ പോട്ട്. നമുക്ക് എന്റെ കൂട്ടൊരു സാധനം ആലോചിച്ചല്ലോ. നമ്മുടെ ജംഗ്ഷനിലുള്ള സാധനോ? ഇത് അളിയാ കഴിഞ്ഞ 6 മാസം മുമ്പല്ലേ പുള്ളിയുടെ കല്യാണത്തിന് പോയത് നമ്മള്. എടാ അതൊക്കെ കളഞ്ഞിട്ട് പോയില്ലേ? ഞാൻ വേറെ പയ്യനെ കണ്ടുപിടിച്ചോളാം. നീ അങ്ങ് പോണാണ്. അല്ല ഞാൻ വേറെ പയ്യനെ കണ്ടുപിടിച്ചോളാം.
എങ്കിൽ പിന്നെ 1.5 മതിടാ. ഡേ വേണ്ട വേണ്ട വേണ്ട. എടാ 1.5 മതിടാ. അപ്പച്ചി എനിക്ക് സംശയം. അത് എന്റെ ഡയലോഗാ, എന്നോട് അടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നാ എനിക്കൊരു ഡൗട്ട്. അപ്പച്ചി, ചിറ്റപ്പന് കമ്മീഷൻ 4% അല്ലേ കിട്ടുന്നത്? ആ 4% സ്വർണ്ണമായിട്ട് കിട്ടുമോ? കിട്ടുമെങ്കിൽ അല്ല, ഞാൻ ചോദിച്ചത് സ്വർണ്ണമായിട്ട് കിട്ടുമോ? കിട്ടുമെങ്കിൽ നിനക്ക് എന്ത് വേണം? കിട്ടുവാണെങ്കിൽ ചിറ്റപ്പന്റെ അടുത്ത് പറയോ ഒരു നെക്ലേസ് പറയാൻ. അയ്യോ മതിയോടാ. ആ ഇതിപ്പം കാറായിട്ടാണ് കിട്ടുന്നെങ്കിൽ 4 വീല് മതിയാവോ? അയ്യോ, ഞാനത് ഓർത്തില്ല. അത് അങ്ങനെയായിരുന്നില്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല. അല്ല, ഇതിപ്പോ കിട്ടിയാ തന്നെ നിനക്കെന്താ? എന്റെ ചിറ്റപ്പനല്ലേ, അതുകൊണ്ടാ ചോദിച്ചതാ. എന്റെ മോളെ പല്ലി, അവന് കമ്മീഷൻ കിട്ടുന്ന ലെവലിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇതിനൊക്കെ പല കടമ്പകളുണ്ട്. അല്ലാതെ നിന്ന നിപ്പിലെടുത്ത് കമ്മീഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആദ്യം പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെടണം, അത് കഴിഞ്ഞിട്ട് ഇവർ പരസ്പരം പെണ്ണ് കാണണം, അത് കഴിഞ്ഞ് കാരണവന്മാർ തമ്മിൽ ഉറപ്പിക്കണം, പിന്നെ സാധനങ്ങൾ എടുക്കണം, പന്തൽ കെട്ടണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണം നടക്കും. ഈ കല്യാണം നടന്നാലേ അവന് വല്ലതും കിട്ടും. അതിന് പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞോണ്ട് ചിറ്റപ്പൻ തുള്ളിച്ചാടി പോയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും കല്യാണം നടക്കുമല്ലോ, അപ്പൊ കമ്മീഷൻ കിട്ടുമല്ലോ. നിനക്കെന്തിനാണ് അവന് കമ്മീഷൻ കിട്ടുന്നതിന് ഇത്രയും സന്തോഷം? അല്ല, ഞാൻ പറഞ്ഞത് എന്റെ ചിറ്റപ്പനല്ലേ. ആരേത്? അല്ല, എന്റെ ചിറ്റപ്പനല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എനിക്ക് സന്തോഷമല്ലേ ചിറ്റപ്പന് കമ്മീഷനൊക്കെ കിട്ടുന്നത്. ഇവിടെ അങ്ങ് ചിറ്റപ്പ സ്നേഹം ഒലിക്കുന്നു. വെള്ളം വരുന്നോ? ബോട്ട് കൊണ്ടോ? എനിക്ക് ഇറങ്ങി വരണം. ഈ ചെറുക്കൻ കല്യാണം എന്ന് പറഞ്ഞ വല്ല അഴുക്ക ചെറുക്കന്മാരെ കൊണ്ടുകൊടുത്താൽ പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിക്കുമോ എന്തോ? നീ നല്ല ചെറുക്കന്മാരെ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ അളിയ എന്റെ ഇഷ്ടംപോലെ ചെറുക്കന്മാരുണ്ട്, ഞാൻ കൊടുക്കാതെ പാവനാണെന്ന് പിടിച്ചില്ല. കമ്മീഷന് വേണ്ടി ചെറുക്കന്മാരെ കൊണ്ടു കൊടുക്കാൻ നടക്കാണല്ലേടാ നീ? അയ്യ അളിയ അങ്ങനെയാണ്. ഇവന്റെ കമ്മീഷൻ കിട്ടിയിട്ടാണോ എനിക്ക് ഇനി അരി വാങ്ങിക്കാൻ? അങ്ങനെയൊന്നും അല്ല. ചേട്ടാ, ചേട്ടന്റെ പുന്നാര മോനെത്തി. ചേട്ടന്റെ പുന്നാര മോനെത്തിയെന്ന് അവിടെ ഉണ്ട്. ആ ശംഭുനെ വിളി. ശംഭു, എടാ ശംഭു, എന്താടാ ഒരാവശ്യമുണ്ട്, ഇങ്ങോട്ട് വിളിച്ചാണ്. ശംഭു, എന്തിനാണ് ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്? ആ ശംഭു എത്തി. നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? നീ പോയ കാര്യമൊന്നും നടന്നില്ലേ? എടി, അത് നടക്കണമെങ്കിൽ നിന്റെ പെർമിഷനോട് വേണം. എന്റെ പെർമിഷനോ? എടി, എന്റെ ഫോൺ എടുത്ത് 1.5 ശിവാളിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത ആരാ? അയ്യോ ഞാനടി, എന്റെ അമ്മ സത്യം. ആ പെണ്ണിന് ഇപ്പൊ ശിവാളിനെ ഇഷ്ടപ്പെട്ടേന്ന്. എടി, ഞാൻ ആ 1.5 അടുത്ത് പറഞ്ഞു ഇതെന്റെ അളിയനാണെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ചെറുക്കന്മാരെ ആ പെങ്കൊച്ചിന് കാണിച്ചു കൊടുത്തിട്ടും അളിയനെ ആ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഓമനത്തുള്ള മുഖമാണ്, ഭയങ്കര ക്യൂട്ട്നെസ് ആണെന്നൊക്കെ പറഞ്ഞു. ഇനി ആ കല്യാണം നടത്തി കൊടുത്തില്ലേ പുള്ളിക്കാരന്റെ കൈ തിരിച്ചു കൊല്ലും. പിന്നെ ചേട്ടാ, എന്തെങ്കിലും ഒരു വാപ്പുണ്ടോ? നിന്റെ അടുത്ത് പറഞ്ഞില്ലേടാ ഇതിലൊന്നും പോയി പെടല്ലെന്ന്? പറഞ്ഞായിരുന്നാ? എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ? ഫുൾ കമ്മീഷൻ തരാം. എടാ കമ്മീഷൻ തരാന്നല്ലേ ചോദിച്ചു നോക്ക്. ഭയങ്കര വാക്ക് ചോദിക്കണ്ടേ? ഏത് വാക്കാ നിങ്ങൾക്ക് ചോദിക്കണ്ടേ? ഏത് വാക്കാ നിങ്ങൾക്ക് എന്റെ അടുക്ക ചോദിക്കണ്ടേന്ന് ചോദിക്കും മനുഷ്യ. നിങ്ങൾ ചോദിക്കണ്ടേ? എന്താണ് ഇവിടെ പ്രശ്നം? നീയാണോടാ എന്റെ ഫോൺ എടുത്ത് 1.5 ഫോട്ടോ അയച്ചു കൊടുത്തത്? അച്ഛമ്മ അയച്ചു കൊടുത്തോ? ആടാ, മുത്തശ്ശിക്ക് ഇപ്പൊ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മളെല്ലാവരും നമ്മളെ ഫോൺ ഒളിപ്പിച്ച് വെച്ചേക്കുന്നു. അച്ഛമ്മ, കുഞ്ഞളെയാ? അച്ഛമ്മ, സുമേഷേ, അച്ഛമ്മ. പോട്ടാ തരാ ഞാൻ. അച്ഛമ്മ, അച്ഛമ്മ എന്തിനാ അച്ഛമ്മ എന്റെ ഫോൺ എടുത്തേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിന്റെ അടുത്ത് എനിക്ക് ഫോണിന്റെ എല്ലാം പഠിക്കണമെന്ന്. ഞാനതുകൊണ്ട് പഠിക്കുക. കൊയ്യല്ലേ പഠിപ്പിക്കേ? മുത്തശ്ശി എന്റെ മുത്തശ്ശി. മുത്തശ്ശി കാരണം ഇവന് കിട്ടിയ പണിയല്ല മുത്തശ്ശി അറിഞ്ഞായിരുന്ന? ഈ ഫോണൊക്കെ ലോക്കാക്കി വെക്കണ്ടേ? അല്ലെങ്കിൽ ഇങ്ങനൊക്കെ വരും. ഞാനേ ഫോണിനകത്ത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തരട്ടെ? വാട്സാപ്പ് മെസ്സേജ് അയച്ച് കളിക്കാം. തരട്ടോ? കൊണ്ടുവാ. ഫേസ്ബുക്ക് വേണോ? ഫേസ്ബുക്ക് ഫേസ്ബുക്കാ? ഒരു കള്ളാസ് ഉണ്ടെങ്കിൽ എടുത്തോണ്ടോ. ഇൻസ്റ്റാഗ്രാം വേണോ? ഇൻസ്റ്റാഗ്രാം വേണോ? ഇൻസ്റ്റാഗ്രാം ഒരു പിന്നെ പേഴ്സിന്റെ ബുക്കായിട്ട് ഒരു കള്ളാസ് എടുത്തു അതുപോലെ ആക്കിയിട്ട് ഇങ്ങോട്ട് താ. പേഴ്സ് ഇപ്പൊ ഞാൻ കുറച്ച് മുറുക്കാൻ കൊണ്ട് തരാം കേട്ടാ. മുറുക്കാൻ വേണ്ട, എന്നെ ഇത്രയും നാളും ആരും കൊണ്ട് തന്നില്ലല്ലോ, ഇനിയും വേണ്ട. ശരി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് എന്തോളാം? ഒന്നുമില്ല. പിന്നെ എന്തോ ചെയ്യാനാ.
ഇതൊക്കെ നടക്കുന്നുള്ളു ഇവിടെ. എന്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉച്ചയും കുത്തി ഇവിടെ നിൽക്കും. മാറ്റാതിരിക്കുന്നവർക്ക് നല്ലതാണ്.